അവരൊന്നും പഠിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ ഈ രാജ്യത്തിൻ്റെ റിയാലിറ്റിയെ മനസ്സിലാക്കുന്നില്ല. അവരുടെ ധാരണ RSSനോട് അല്പം മുട്ടി നിന്നാൽ, RSSകാർ സഹായിച്ചാൽ ഞങ്ങൾക്ക് ഈ കേരളത്തിൽ അങ്ങ് അധികാരത്തിൽ വരാൻ കഴിയും. കോൺഗ്രസ് തെറ്റിദ്ധരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് പറഞ്ഞത്, നിങ്ങൾ SFIയുടെ ക്ഷുഭിത യൗവനം കണ്ടുപിടിക്കൂ, അവർ തെരുവുകളിൽ സമരത്തിലാണ്, അതുപോലെ ആളെ കൂട്ടി സമരം ചെയ്യൂ എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഞാനതിൻ്റെ ഉത്തരമാണ് മുൻപുള്ള ചോദ്യത്തിൽ പറഞ്ഞത്. ഈ മതനിരപേക്ഷവാദികളായ മനുഷ്യർ ആകെയും ഈ സമരത്തോടൊപ്പം ചേരുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം അപ്പുറത്ത് നിൽക്കുകയാണ്. PJ കുര്യൻ മാത്രമല്ല, PJ കുര്യൻ്റെ വാക്കുകൾ പുറത്തേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യരും ഞങ്ങളുടെ സമരത്തിനൊപ്പം ഉണ്ട്. അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം അവർക്കൂടി വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം മതനിരപേക്ഷമായി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ഞങ്ങളുടെ പോരാട്ടത്തോടൊപ്പമാണ്. കേരള സർവകലാശാലയിലും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ സർവകലാശാലയിലും പഠിക്കുന്ന സാധാരണപ്പെട്ട കുട്ടികളുള്ള കുടുംബങ്ങളിലെ മുഴുവൻ രക്ഷിതാക്കളും ഞങ്ങളുടെ ഈ സമരത്തോടൊപ്പമാണ്. അവർ ഈ സമരത്തെ എല്ലാം ഹൃദയത്തിലേറ്റെടുത്തിരിക്കുകയാണ്. അവർ ഈ സമരത്തെ ഈ സംസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള, രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമായിട്ടാണ് കാണുന്നത്. അവിടെ മാറി നിൽക്കുന്നവർ വലിയ വില കൊടുക്കേണ്ടതായി വരും. അവിടെ നിശബ്ദമായി നിൽക്കുന്നവർ വലിയ വില കൊടുക്കേണ്ടതായി വരും. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് പഠിക്കുന്ന അത്ര കുറച്ചിലായൊന്നും കോൺഗ്രസ്സുകാർ കാണണ്ട. അലോഷ്യസ് സേവ്യർ ആണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും ഒന്നും ഇടതുപക്ഷക്കാരിൽ നിന്നോ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നോ പഠിക്കുന്ന അത്ര കുറച്ചിലായൊന്നും കാണണ്ട. കാരണം ഇവരുടെ നേതാവ് ജവഹർലാൽ നെഹ്റു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ വിവിധങ്ങളായ പുസ്തകങ്ങളിലൂടെ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട അനുഭവം 1927 അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചതും ലെനിൻ്റെ പ്രസംഗം കേട്ടതുമാണ് എൻ്റെ ജീവിതത്തിൽ ആവേശം കൊള്ളിച്ചതെന്നാണ്. ശാസ്ത്രീയ സോഷ്യലിസം രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്ന് സോവിയറ്റ് യൂണിയനെ മാതൃകയാക്കി പ്രഖ്യാപിച്ച നേതാവ് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ട് എന്ന് ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് പഠിക്കുന്നതിലും വലിയ കുറച്ചിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരോ പ്രതിപക്ഷ നേതാവോ അലോഷ്യസ് സേവ്യറോ ഒന്നും വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഉപദേശിക്കാനൊന്നും ഞങ്ങൾ ആളുകളല്ല. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ, SFIക്കാർ, സംഘപരിവാരത്തിനെതിരെ നടത്തുന്ന ഈ സമരത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിലത് പഠിക്കാനുണ്ട്. നെഹ്റുവിയൻ ഇപ്പോൾ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ നാളെ നിങ്ങളെ തെരുവിൽ ചോദ്യം ചെയ്യും. നെഹ്റുവിയൻ മൂല്യങ്ങൾ പാടെ മറന്ന കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ പഠിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ലേ, നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം അവർ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒരു മൂളൽ കൊണ്ടുപോലും അവർക്ക് പ്രതിരോധം തീർക്കാനോ പ്രതിഷേധിക്കാനോ, അയ്യോ കൊണ്ടുപോകരുതേ, ഇത് ഞങ്ങളുടെ നേതാവാണേ എന്ന് വിളിച്ചു പറയാൻ പോലും രാജ്യത്ത് കോൺഗ്രസിന് ആളില്ലാത്ത അവസ്ഥയാണ്. അവരൊന്നും പഠിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ ഈ രാജ്യത്തിൻ്റെ റിയാലിറ്റിയെ മനസ്സിലാക്കുന്നില്ല. അവരുടെ ധാരണ RSSനോട് അല്പം മുട്ടി നിന്നാൽ, RSSകാർ സഹായിച്ചാൽ ഞങ്ങൾക്ക് ഈ കേരളത്തിൽ അങ്ങ് അധികാരത്തിൽ വരാൻ കഴിയും. കോൺഗ്രസ് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് തെറ്റിദ്ധരിച്ചാൽ ഈ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ മനുഷ്യർ കൈയും കെട്ടി നോക്കിയിരിക്കും എന്നാണോ അവർ വിചാരിക്കുന്നത്? അവർ ചോദ്യം ചെയ്യും. അവർക്ക് നിങ്ങളെ അംഗീകരിക്കാൻ കഴിയാതെയാവും. അവർ നിങ്ങളെ തള്ളിപ്പറയും. കാരണം കേരളത്തിൻ്റെ പാരമ്പര്യം മതനിരപേക്ഷതയുടെ പാരമ്പര്യമാണ്. ആ മതനിരപേക്ഷ പാരമ്പര്യത്തെ തൊട്ട് കളിച്ചിട്ടുള്ള ഒരാളെയും കേരളം വെച്ച് പൊറുപ്പിച്ചിട്ടില്ല. അവർക്കെതിരായെല്ലാം അതിശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നെഹ്റുവിൽ നിന്നൊക്കെ, നെഹ്റു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുന്നത് കോൺഗ്രസ്സിന് നന്നാവും, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് നന്നാവും. ഞങ്ങളൊന്നും അവരെ ഉപദേശിക്കുക, ഞങ്ങൾ എത്രയോ നിസ്സാരക്കാരായ മനുഷ്യരാണ്, ഞങ്ങൾ സാധാരണപ്പെട്ട മനുഷ്യരാണ്, ഞങ്ങൾ ഈ നാട്ടിലെ തൊഴിലാളികളുടെ മക്കളാണ്. ഞങ്ങളൊന്നും അവരെ ഉപദേശിക്കാനാളില്ല. പക്ഷേ അവർ സ്വയം ചിന്തിക്കണം. അവർ സ്വയം അവരുടെ പാരമ്പര്യത്തെക്കുറിച്ച് ഓർക്കണം. മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത അനേകായിരം വരുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തെയും എല്ലാവരും ഓർക്കണം. കാരണം ഞങ്ങൾക്ക് ഈ പോരാട്ടങ്ങൾക്കെല്ലാം കരുത്തു പോരുന്നത് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരവും ആ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പോരാട്ടങ്ങളും ആ പോരാട്ടങ്ങളുടെ പാതയിലാണ് ഞങ്ങൾക്ക് ഈ പോരാട്ടത്തിൽ കരുത്തു വരുന്നത്. ഇപ്പം ഞാൻ ആലപ്പുഴക്കാരനാണ്. ഞാൻ ആലപ്പുഴക്കാരനാകുമ്പോൾ എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ പങ്കുവെക്കാൻ കഴിയുന്ന പോരാട്ടം പുന്നപ്രവിലാറിൻ്റെ പോരാട്ടമാണ്. ആലപ്പുഴയിൽ ചെന്നാൽ നിങ്ങൾക്ക് രക്തസാക്ഷി കുടീരങ്ങൾ ഒരുപാട് കാണാം. വലിയ ചുടുകാട്ടിൽ അടക്കപ്പെട്ട അനേകായിരം തൊഴിലാളികളുടെ, കർഷക തൊഴിലാളികളുടെ ശവമഞ്ചങ്ങൾ, ശവകുടീരങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. ആ ശവകുടീരങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണവ്യവസ്ഥയ്ക്കെതിരായി, ഭരണകൂട ഭീകരതയ്ക്കെതിരായി, സ്വേച്ഛാധിപത്യത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി അതിശക്തമായ പോരാട്ടം നയിക്കാനുള്ള പ്രേരണയാണ് കിട്ടുന്നത്. നിർഭാഗ്യവശാൽ ജവഹർലാൽ നെഹ്റുവിനെ, മഹാത്മാഗാന്ധിയൊക്കെ നോക്കുമ്പോൾ അവർക്ക് ആ പോരാട്ട വീര്യത്തെ ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ കഴിയുന്നില്ല. ഞങ്ങൾ ഇതിനെല്ലാം സ്വീകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മതനിരപേക്ഷവാദികളായ മുഴുവൻ മനുഷ്യരും പറഞ്ഞ എല്ലാ വാക്യങ്ങളും ഞങ്ങൾക്ക് ഈ പോരാട്ടത്തിൽ കരുത്താണ്. ഈ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്കും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾക്കും വേണ്ടി നടന്ന മുഴുവൻ പോരാട്ടങ്ങളും, ഞങ്ങളിപ്പോൾ നടത്തുന്ന ഈ പോരാട്ടങ്ങൾക്ക് കരുത്താണ്. ഞങ്ങളുടെ മുഴുവൻ രക്തസാക്ഷികളും ഞങ്ങളുടെ ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് കരുത്താണ്. ഇപ്പോൾ ജൂലൈ 20 അജയ് പ്രസാദിൻ്റെ രക്തസാക്ഷി ദിനമാണ്.
RSSകാർ കൊന്നുകളഞ്ഞതാണ് അജയ് പ്രസാദിൻ്റെ അനിയത്തി ഇതാ ഇപ്പോൾ ഈ സമരകേന്ദ്രത്തിലുണ്ട്. ഇവിടെ എവിടെയോ അജയ് പ്രസാദിൻ്റെ അനിയത്തി ഉണ്ട്. SFയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. നിങ്ങൾ നോക്കൂ, ഓരോ കുടുംബങ്ങളിലും 14 കുടുംബങ്ങളിലെ കുട്ടികളെയാണ്, വിദ്യാർത്ഥികളെയാണ് RSSകാർ കൊന്നുകളഞ്ഞത്. അതൊന്നും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അക്ഷരം പഠിക്കാൻ പോയവരെ കൊന്നുകളഞ്ഞവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് എന്ത് നിലവാരമാണുള്ളത്? അപ്പോൾ ആ പോരാട്ടങ്ങളെല്ലാം ഞങ്ങൾ തുടരും എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്.